വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ട്രോളന്മാർ ഒരുപാട് കാത്തിരുന്നൊരു സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ വരാൻ വേണ്ടി ഈ മലയാളത്തിലെ എല്ലാ ട്രോൾ ഗ്രൂപ്പുകളും ഷിറ്റ് ഗ്രൂപ്പുകളും ഒക്കെ കാത്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതൊരു കാട്ടവരാധമാകുമെന്ന്. കണ്ടതിന് ശേഷം എല്ലാവർക്കും മനസ്സിലായി ഇതൊരു മലങ്കൾട്ടാണെന്ന്. മലങ്കൾട്ടാ എന്തോന്ന് വിളിച്ച വാക്കാടാ നിന്റെ നിഘണ്ടുവില്? സിനിമയുടെ പേര് എല്ലാവർക്കും അറിയാം, പരമസുന്ദരി അല്ലെങ്കിൽ പരം സുന്ദരി. ഈ ഒരു സിനിമ പറയുന്നത് കേരളത്തിന്റെ കഥയാണ്. സത്യത്തിൽ ഇത് കേരളത്തിൽ നടക്കുന്ന പറയുമ്പോൾ ഏത് കേരളം, എവിടത്തെ കേരളം? ഈ ഒരു കേരളത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. നോർത്ത് ഇന്ത്യക്കാരൻ്റെ ഭാവനയിൽ കേരളം എങ്ങനെയാണെന്നാണ് ആ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവുക. ഒരു നോർത്ത് ഇന്ത്യക്കാരൻ്റെ പാൻ മസാല വേൾഡിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തെ അവർ കാണുന്നത് ഇങ്ങനെയാണ്. കേരളത്തിൽ ഷോർട്സ് ഇടാൻ പാടില്ല, ജോഗിങ്ങിന് പോകുമ്പോൾ ലുങ്കി ഉടുത്താണ് മലയാളി ജോഗിങ്ങിന് പോവുക. ഇതൊക്കെ എവിടെ നിന്നാണ് ഇവർ കണ്ടത്? അതുപോലെ തന്നെ വേറൊരു സംഭവമാണ്, കേരളത്തിൽ റേഞ്ച് ഇല്ല, റേഞ്ച് കിട്ടണമെങ്കിൽ തെങ്ങിൻ്റെ മുകളിൽ കയറണം. ഇതൊക്കെ ഏത് യൂണിവേഴ്സിലെ കേരളത്തിലാ? കേരളം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ചെന്നൈ എക്സ്പ്രസ് കാണിച്ച പോലെ തന്നെ ഒരു കുഗ്രാമമാണ്. അത് അവർക്ക് നിർബന്ധമാണ്, ഒരു ഡെവലപ്ഡ് അല്ലാത്ത കുഗ്രാമം. അതൊക്കെയാണ് കേരളത്തെക്കുറിച്ച് അവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തെങ്ങിന് മുകളിൽ കയറിയിട്ട് വേണം ഫോൺ ചെയ്യാൻ, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. റേഞ്ച് ഇല്ലാത്ത കേരളം, ആണുങ്ങൾ ഷോർട്സ് ഇടാൻ പറ്റാത്ത കേരളം, ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ. അതിൻ്റെ പിന്നാലെ പെണ്ണുങ്ങൾ പോകുന്നൊരു കേരളം. ഈ കേരളത്തിലെ മലയാളികളൊക്കെ അവർ കാണുന്നത്, മലയാളി സ്ത്രീകളെ അവർ കാണുന്നത് വേറൊരു രീതിയിലാണ്. അതിന് കാരണമുണ്ട്. പണ്ടേ മലയാള സിനിമകൾ പാൻ ഇന്ത്യൻ ആയിരുന്നു. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ മലയാള സിനിമകൾ പാൻ ഇന്ത്യൻ ലെവലായിരുന്നു. പക്ഷേ ആ സിനിമകളൊക്കെ തന്നെ ഷക്കീല പടങ്ങളും ഇക്കിളിപ്പടങ്ങളുമായിരുന്നു. അതൊക്കെയാണ് അവർ ഹിന്ദിക്കാർ പണ്ടേ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1990 കാലഘട്ടത്തിൽ പോലും അവർ സിനിമ ഇറക്കുമ്പോൾ മലയാളികൾ കാണിച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. നിനക്ക് സുഖമാണോ? എത്ര നാളായി നിന്നെ കണ്ടിട്ട്. അന്നത്തെ ആ സിനിമയിലെ നായകനാണ് ഇന്ന് പരംസുന്ദരിയിലെ നായകന്റെ അച്ഛൻ. നിനക്ക് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ മലയാളി സ്ത്രീകളെല്ലാം ഇങ്ങനെയാണ് സംസാരിക്കുക. മലയാളി സ്ത്രീകളൊക്കെ കാണിച്ചിരിക്കുന്നത് അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ല. വളരെ കോടീശ്വരനായ അച്ഛൻ്റെ മകൻ്റെ കഥയാണ്. എല്ലാവർക്കും അറിയാം, ബോളിവുഡിലുള്ള നെപ്പോ കിഡ്സിൻ്റെ ഒക്കെ അതേ അവസ്ഥ തന്നെയാണ് ഈ ഒരു സിനിമയിലെ നായകനും. ഒരു നെപ്പോ കിഡാണ്, കിട്ടുന്ന പണമൊക്കെ എടുക്കുന്നു, പല ബിസിനസ് നടത്തുന്നു, തൊലയുന്നു, അച്ഛൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങുന്നു. അങ്ങനെ ഈ ഒരു ക്നാപ്പൻ ആദ്യം എണീച്ചവിടെ തന്നെ സ്വന്തം ബോഡി നോക്കിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. സ്വന്തം മസിൽ കണ്ടുകൊണ്ട് വാവ് വാട്ട് ഓർഗാസ്മിക് എന്ന് പറയുകയാണ്. ബോഡിയൊക്കെ നല്ല പോളിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ നായകൻ കേരളത്തിലേക്ക് വരാനൊരു കാരണം വേണ്ടേ? കേരളത്തിലേക്ക് വരുന്നത് AI പറഞ്ഞിട്ടാണ്, അതായത് ഒരു ആപ്പ് പറഞ്ഞിട്ടാണ്, ഒരു അൽഗോരിതം പറഞ്ഞിട്ടാണ്. കേരളത്തിൽ ഒരു സോൾമേറ്റ് ഉണ്ടെന്നാണ് ഈ ആപ്പ് പറഞ്ഞു കൊടുക്കുന്നത്. പഞ്ചാബിക്കാരൻ പേര് വായിക്കുമ്പോൾ തരുന്നത് പിന്നെയും ക്ഷമിക്കാം, എന്നാൽ ഒരു മലയാളി സ്വന്തം പേര് പറയുന്നതോ സുന്ദരി ദാമോദരം പിള്ളൈ. ഇങ്ങനെയൊക്കെ കൊണയാളം പറഞ്ഞിട്ടും സ്വന്തം പേര് പറയുന്നതിനെ കുറിച്ച് വേറൊരു ഡയലോഗ് കൂടിയുണ്ട്. നമ്മളെ നായകൻ തന്നെയാണ് ഈ ഒരു ആപ്പ് കണ്ടെത്തുന്നത്. ഈ ആപ്പ് കണ്ടെത്തിയിട്ട് ആ ആപ്പ് പറയുന്നു, കേരളത്തിലാണ് നിന്റെ സോൾമേറ്റ്, അതുകൊണ്ട് നീ കേരളത്തിലേക്ക് വരണം. അങ്ങനെ മുടിയാനായിട്ട് കേരളത്തിലേക്ക് എത്തുകയാണ് ഈ പാൻ മസാല വേൾഡിൽ നിന്ന് നമ്മുടെ നായകൻ. കേരളത്തിലെ ലിറ്ററസി എന്ന് പറയുന്നത് എല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അത് ഊക്കാൻ വേണ്ടിയും പറയുന്നുണ്ട്, അല്ലാതെയും പറയുന്നുണ്ട്. ഈ ഒരു സിനിമയിലും ലിറ്ററസിയെക്കുറിച്ച് പറയുന്നുണ്ട്. ലിറ്ററസിയെക്കുറിച്ച് പറഞ്ഞ ശേഷം തന്നെ അടുത്തൊരു പരിപാടി മലയാളി ചെയ്യുന്നൊരു പരിപാടിയാണ് കള്ള് കുടിക്കൽ. വേറൊരു ബ്രാൻഡും ഇവിടെ ഇല്ല. ഇവിടെ കള്ളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നതെന്നാണ് നോർത്ത് ഇന്ത്യക്കാരൻ്റെ വിചാരം. അതുകൊണ്ട് തന്നെ എല്ലാ സീനിലും കള്ള് കുറേ കാണിക്കുന്നുണ്ട്. മലയാളികൾ നല്ല കുടിയന്മാർ തന്നെയാണ്, പക്ഷേ കുടിക്കുന്നത് വേറെ സാധനമാണ്, ഈ പറഞ്ഞിരിക്കുന്ന കള്ളൊന്നുമല്ല. അങ്ങനെ കള്ളുകുടിയനായ ഒരു ഡ്രൈവറെ കിട്ടുന്നവർക്ക് ഈ കള്ളുകുടിയൻ കള്ളു കുടിച്ചുകൊണ്ട് ആക്സിഡൻ്റ് ആക്കുന്നു. ആക്സിഡൻ്റ് ആക്കിയതിന് ശേഷം അവർക്ക് വേറൊരു വണ്ടിയും കിട്ടുന്നില്ല. ഏതോ ഒരു കുഗ്രാമത്തിലാണ്, ഒരു വണ്ടിയും വേറെ വണ്ടിയൊന്നും കിട്ടുന്നില്ല. നടന്ന് കഷ്ടപ്പെട്ട് പിന്നെ ബസ്സിലൊക്കെ കയറി അങ്ങനെ അവസാനം ഈ പറഞ്ഞിരിക്കുന്ന സുന്ദരിയുടെ അടുത്തെത്തുന്നു. സുന്ദരിയുടെ നാട്ടിലെത്തുമ്പോഴാണ് സുന്ദരി നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ്. സുന്ദരിയെക്കുറിച്ച് ആരോട് ചോദിച്ചാലും സുന്ദരിയെ വേറെ രീതിയിൽ കാണരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ സുന്ദരിയെ കാണിക്കുന്ന എല്ലാ രംഗങ്ങളിലും നമ്മൾ അങ്ങനെ കാണും. കാരണം സുന്ദരിയെ കാണിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല
നല്ല പിക്കിള്. അങ്ങനെ നായകൻ അവിടെ എത്തുന്നു. ഏതോ ചൈനീസ് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടാണ് സുന്ദരിയെ കാണിക്കുന്നത്. സുന്ദരിയെ പരിചയപ്പെടുന്നു. പിന്നീടാണ് നമ്മുടെ സുന്ദരിയുടെ അമ്മാവന് വരുന്നത്. എയർ പിടിച്ചുകൊണ്ട് വരികയാണ് നമ്മുടെ സ്വന്തം രഞ്ജി പണിക്കർ. മൊത്തം എയറിലാണ് ആ സിനിമ മൊത്തം. ഈ സിനിമയെക്കുറിച്ച് രഞ്ജി പണിക്കറിനോട് ചോദിച്ചപ്പോൾ ഇത് മലയാളികൾക്ക് വേണ്ടിയുള്ള സിനിമയല്ല, ഇത് ബോളിവുഡുകാർക്കുള്ള സിനിമയാണ്, അവരാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ചിരിച്ചോട്ടെ, അവർ സീരിയസ് ആയിട്ട് കണ്ടോട്ടെ. നായകൻ, നായകൻ്റെ കുടുംബം, ചങ്ങാതിമാർ, ഇവർ മാത്രമേ ഉള്ളൂ ഇതിൽ ഹിന്ദിക്കാർ. ബാക്കിയൊക്കെ മലയാളികളാണ്. പക്ഷേ ഈ മലയാളികളൊക്കെ തന്നെ ഹിന്ദിയിലെ സംസാരിക്കൂ. നമ്മൾ കേരള സ്റ്റോറിയിലോ കണ്ടതാണ് അതേ പരിപാടി. രണ്ട് മലയാളികൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഹിന്ദിയിൽ തന്നെ, വീട്ടിലെ അമ്മയും അമ്മൂമ്മയും ഒക്കെ സംസാരിക്കുമ്പോൾ ഹിന്ദി തന്നെ. ഹിന്ദി സംസാരിക്കുന്ന മലയാളികൾ പോട്ടെ, പിന്നെ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. എന്നാൽ മലയാളം പറയുന്നതോ ഇങ്ങനെയൊരു മലയാളം മലയാളികൾ കേട്ടിട്ടേ ഉണ്ടാവില്ല. ഒരു മലയാളിയെ പിടിച്ച് ഡബ് ചെയ്യിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. വേണേ ആ ഡയലോഗ് മാത്രം, മലയാളം ഡയലോഗ് മാത്രം ഒന്ന് മലയാളിയെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കുക. പിന്നെ വേറെ ഗുണമുണ്ട്, ഈ സിനിമയിൽ നായിക എപ്പം മലയാളം പറഞ്ഞാലും അതിനെ തർജ്ജമ ചെയ്യാൻ വേണ്ടി നമ്മുടെ രഞ്ജി പണിക്കർ എത്തും. എന്നിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. വേണുവിനെ വിളിക്കും, അപ്പോൾ തന്നെ എല്ലാം ശരിയാക്കും. വേണുവിനെ വിളിക്കുക, വേണു വന്നെല്ലാം ശരിയാക്കുമെന്ന് എല്ലാവരും പറയുന്നു. അതാണല്ലോ വേണു. അതുകൊണ്ട് എന്തായി, മലയാളികൾക്കും ആ സിനിമയിലെ മലയാളം മനസ്സിലാക്കാൻ വേണ്ടി രഞ്ജി പണിക്കറിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. പിന്നെ നമുക്കറിയാം മലയാളി ഈക്വൽ ടു മുല്ലപ്പൂ, സദ്യ, വള്ളംകളി, കഥകളി, ഇതൊക്കെ നിർബന്ധമാണല്ലോ. അപ്പോൾ ഈ സിനിമയിൽ മൊത്തം മുല്ലപ്പൂ വെച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. കേരള സ്റ്റോറിയിൽ നമ്മൾ കണ്ടതാണ്, പബ്ബിൽ പോവുകയാണെങ്കിൽ പോലും മുല്ലപ്പൂ വെക്കും. അതുപോലെ തന്നെ ഇതിലും ഒരുപാട് സീനിൽ നിറച്ച് മുല്ലപ്പൂ ഉണ്ട്. ചിലതിലൊക്കെ മുല്ലപ്പൂ തലയിലേക്ക് വാരി എറിഞ്ഞിട്ടൊക്കെ ഉണ്ട്, അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട്. സദ്യ കാണിക്കുന്നുണ്ട്. പിന്നെ തൂക്കിൻ്റെ അകത്താണ് സദ്യ ചോറ് വിളമ്പുക. തൂക്കെടുത്തിട്ട് അതിൽ കുറച്ച് ചോറിട്ടിട്ട് അതാണ് വിളമ്പി കൊടുക്കുന്നത്. ഇതൊക്കെ വെറൈറ്റിയാണ്, നമ്മളാരും കണ്ടിട്ടില്ല അങ്ങനെയൊന്നും. നായകൻ കളരി പഠിക്കാൻ പോകുന്നുണ്ട്. കളരി പഠിക്കാൻ വേണ്ടി അമ്മാവൻ വരുന്നു. കളരി പഠിപ്പിക്കുന്നതിനിടയിൽ ചെറിയൊരു മുറിവ് പറ്റുന്നു. ഈ സംഭവം നടക്കുന്നത് നങ്ങ്യാർകുളങ്ങര പറഞ്ഞിട്ട് ആലപ്പുഴ ഭാഗത്ത് എവിടെയാണ്. അപ്പോൾ പക്ഷേ പെട്ടെന്ന് മുറിവ് വന്നപാട് പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് വച്ചെടുത്ത് തേക്കാൻ വേണ്ടി നേരെ പെടുകയാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക്. വെള്ളച്ചാട്ടത്തിന് മുമ്പ് പോയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് വച്ച വരച്ച് തേച്ചെല്ലാം കൊടുത്ത് ഞാൻ മുറിവെല്ലാം ഉണക്കുന്നുണ്ട്. നായിക പണ്ടേ ഒരു തെങ്ങേറ്റക്കാരിയാണ്. നായിക തെങ്ങ് കയറ്റിക്കുന്നൊക്കെ ഉണ്ട്, നല്ല കോമഡിയാണ് സീൻ. തെങ്ങ് കയറിയതിന് ശേഷം ഈ കൊല വെട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു തേങ്ങ മാത്രം താഴത്തേക്കൊന്ന് ഇറങ്ങി കൊടുക്കും നായികക്ക് വെട്ടാൻ വേണ്ടിയിട്ട്, ഈസി ആയിട്ട് വെട്ടാൻ വേണ്ടിയിട്ട്. ഒറ്റ കൊല ഒന്ന് മാത്രം, ഇതുവരെ എവിടെയും കാണാത്തൊരു കൊല മാത്രം താഴത്തേക്ക് ഇറങ്ങി നിന്ന് കൊടുക്കും നായികക്ക് വെട്ടാൻ വേണ്ടിയിട്ട്. നല്ല രസത്തിൽ തെങ്ങ് കയറി വരുന്നുണ്ട് നായിക. അതൊക്കെ നല്ല കിടിലൻ സീനായിരുന്നു. അങ്ങനെ നായികയോട് ഇഷ്ടമൊക്കെ ആയിട്ട് കുറേ പാട്ടൊക്കെ കഴിഞ്ഞ് കുറേ ടൂറൊക്കെ പോയി മൂന്നാറിലൊക്കെ പോയി ചില്ല് ചെയ്ത് അങ്ങനെയൊക്കെ തിരിച്ചു വരുന്ന സമയത്താണ് നായികയുടെ മുറച്ചെറുക്കൻ അമ്മാവൻ്റെ മകൻ എത്തുന്നത്. അമ്മാവൻ്റെ മകനെ കാണിക്കുമ്പോൾ തന്നെ ഒരു ഷാൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സിനിമയിലും കാണാം, മലയാളി അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഷാൾ ഇടുന്നു. പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ഷാൾ ഇട്ടിട്ടുണ്ടോ? ഇതിപ്പോൾ ഓണത്തിനോ കല്യാണത്തിനാണെങ്കിൽ പോലും ആരെങ്കിലും അങ്ങനെ ഷാൾ ഇട്ടിട്ട് കാണാറുണ്ടോ? ഈ സിനിമയിൽ മാത്രം മലയാളിയെ കാണിക്കാൻ വേണ്ടി ഒരു ഷോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും, ഒരു കസവൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളാരും കണ്ടിട്ടില്ല എവിടെയും, ഈ സിനിമയിലല്ലാണ്ട് ഇങ്ങനൊരു സംഭവം. ഷോളൊക്കെ ഇട്ട് വന്നിരിക്കുന്ന മുറച്ചെറുക്കനോടൊപ്പമാണ് നമ്മുടെ നായികയെ കല്യാണം കഴിക്കാൻ വിടുന്നത്. അങ്ങനെ നായികയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കേരളത്തിലെ നടക്കുന്ന വലിയൊരു മത്സരത്തിൽ, ആ മത്സരം എന്താ, ഒളിമ്പിക്സ് ആണോ? അല്ല. കോമൺവെൽത്ത് ഗെയിംസ് ആണോ? അല്ല. റെസ്ലിംഗ് ആണോ? അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ സ്പൂൺ റേസ്, അതാണ് അവിടുത്തെ മത്സരം. ഈ ഒരു മത്സരം, അപ്പംകടി മത്സരം, അങ്ങനെ ചാക്കിൽ കയറി ഓട്ടം, ഇങ്ങനത്തെ മത്സരത്തിലൊക്കെ ജയിച്ചു കഴിഞ്ഞാലാണ് അവർക്ക് ശങ്കരൻ ട്രോഫി കിട്ടുക. അങ്ങനെ കഷ്ടപ്പെട്ട് ലെമൺ സ്പൂൺ റേസൊക്കെ ജയിച്ച് എല്ലാം സെറ്റായി അതിൻ്റെ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോഴാണ് അവിടെ വള്ളംകളി നടക്കുന്നത്. വള്ളംകളിയിൽ ജയിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, തുഴയുന്ന സമയത്ത് പാട്ട് പാടണം. അതൊക്കെ പുതിയൊരു അറിവാണ് നമുക്ക്. ഇതാരും കേൾക്കാത്ത, മലയാളികൾ ആരും അറിയാത്തൊരു കാര്യമാണ്. പാട്ട് പാടിക്കഴിഞ്ഞാൽ ഒരു ഓളത്തിൽ തൊഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ജയിക്കൂ നായകൻ കണ്ടെത്തിയിട്ട്. അങ്ങനെ നായകൻ പാട്ട് പാടാൻ തുടങ്ങും. പണ്ട് നായിക പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നൊക്കെ. ആ പാട്ടാണ് എൻ്റെ അമ്മൂ. വള്ളംകളിക്ക് ഉപയോഗിച്ചിരിക്കുന്ന പാട്ട്, എന്തോരം മലയാളത്തിൽ വള്ളംകളിക്കുള്ള പാട്ടുകളുണ്ട്. അതിലൊന്നും തൊടാതെ ഒരു ഹിന്ദി പാട്ട്, എന്നിട്ട് എല്ലാവരും ഹിന്ദി പാട്ട് പാടി വള്ളംകളി ജയിക്കും.
ഹിന്ദിക്കാർ അവരുടെ പാട്ട് ഹിന്ദി എല്ലായിടത്തും എല്ലാവരും ഹിന്ദി പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരും ഹിന്ദി പഠിച്ചിരിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹം പോലെ തന്നെ ഹിന്ദി പാട്ടെങ്കിൽ ഹിന്ദി പാട്ട്. എല്ലാവരും ആലു പൊറോട്ട തിന്നിരിക്കണം. ഉരുളക്കിഴങ്ങാണേ അതൊക്കെ തീറ്റിക്കുന്നുണ്ട് നായികനെ. നായിക പകരം പുട്ടും കടലയും കൊടുക്കുന്നുണ്ട്. പുറ്റും കടലയുമാണ് നായിക തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെയുള്ള സീനുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ നായകനൊക്കെ ഇമ്പ്രസ് ചെയ്ത് നിൽക്കുമ്പോൾ പക്ഷേ കല്യാണം നമ്മുടെ മുറച്ചെറുക്കനുമായിട്ട് തന്നെ വേണം. അങ്ങനെ കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ നായകൻ തെങ്ങിൽ കയറാൻ പോവുകയാണ്. അങ്ങനെ നായകനും തെങ്ങിൽ കയറാൻ പഠിച്ച് തെങ്ങിൽ കയറി നായികയൊക്കെ കണ്ട് പക്ഷേ നായകനെ നാട്ടുകാരെല്ലാവരും കൂടി ഓടിക്കുകയാണ്. ഓടി 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 വെള്ളത്തിൽ ചാടിയതിന് ശേഷം നായിക വരുന്നു, രക്ഷിക്കാൻ വരുന്നു. നായികയുമായി അങ്ങനെ സിനിമ അവസാനിക്കുന്നു. ഈ ഒരു സിനിമയിൽ നല്ലോണം അഭിനയിച്ചിരിക്കുന്നത് ശരിക്കും രഞ്ജി പണിക്കരാണ്. കാരണം ഇവരുടെയൊക്കെ ഈ അപരാധം ഈ പറയുന്ന മലയാളമൊക്കെ കേട്ടിട്ട് ചിരിക്കാതെ അഭിനയിക്കാൻ കഴിയുന്നെങ്കിൽ അത് രഞ്ജി പണിക്കറിനുള്ള കഴിവ് തന്നെയാണ്. അതുപോലെ തന്നെ അവർ സൗത്തിലേക്ക് വരുമ്പം ചെന്നൈ എക്സ്പ്രസ്സിൽ നമ്മൾ കണ്ടതാണ് രജനീകാന്തിനിട്ടായിരുന്നു എല്ലാ വോക്കും. രജനി അങ്ങനെയാണ്, രജനി ഇങ്ങനെയാണെന്ന്. ഇവിടെ നേരെ തിരിച്ച് മോഹൻലാലാണ്. മോഹൻലാൽ ഇങ്ങനെയാണ്, മോഹൻലാലിൻ്റെ പാട്ട് ഇങ്ങനെയാണ്. ലാലേട്ടന്റെ പാട്ടും ഒരു കട്ടനും തീർക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? जब लालेटन हमारे सुपरस्टार इस गाने पे परफॉर्म करते हैं तो केरला मलयालम मोहनलाल. ഏതായാലും മലയാളികൾ ഇത് അധികം കാണാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഹിന്ദിക്കാരിത് കണ്ടിട്ടുണ്ടാവും. പണ്ട് ചെന്നൈ എക്സ്പ്രസ് ഇറങ്ങിയ സമയത്ത് തമിഴന്മാർ അവർ കുറേ അനുഭവിച്ചു, മലയാളികളും അനുഭവിക്കട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സിനിമകളെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ നമ്മുടെ പുതിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഈ ചാനലിൽ ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ പീസ്. അതിൽ തുടരുത്.